ഹലോ, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. അപ്പോൾ ഡ്യൂട്ടിയുള്ളൊരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. 5:45 എണീറ്റു കേട്ടോ. എന്നിട്ട് ഞാനും അമ്മയും അപ്പുറത്തെ വീട്ടിലെ സുമാനിയും കൂടിയിട്ട് ഒരു മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങി. പൊതുവേ അവർ പിന്നിലും ഞാൻ കുറച്ചധികം മുന്നിലായിട്ടോ നടക്കുന്നുണ്ടാവുക. ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് യൂട്ടേൺ അടിച്ച് വീട്ടിലോട്ട് നടക്കാട്ട് ചെയ്യുക. ആ ഒരു സ്ഥലത്തുമ്പോൾ അവിടെ ചെമ്പകമരമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൂ പറിക്കട്ടെ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വിളക്കത്തിരിക്കുമ്പോൾ കൃഷ്ണനും ദൈവങ്ങൾക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അമ്മ കുറച്ച് പൂവ് തലയിലൊക്കെ വെച്ചുകൊണ്ട് പോട്ടോ, നല്ല മണമെന്ന് പറഞ്ഞിട്ട്. ആ ഒരു ജിമ്മിലാട്ടോ ഞാൻ പൊക്കോണ്ടിരുന്നത് കുറച്ച് മുമ്പ് വരെ. ഇപ്പോൾ പോകാറില്ല കേട്ടോ. വീട്ടിലൊരു 6:45 നമുക്ക് തിരിച്ചെത്തും കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ച് എക്സസൈസൊക്കെ ചെയ്യും. പിന്നെ ഞാൻ പോയി കുറച്ച് നേരം കൂടി കിടന്നുറങ്ങും. ആ ഒരു ഉറക്കം എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഉറക്കൊന്നും വേണ്ടാവില്ല. എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് നേരം കൂടി കിടന്നുറങ്ങും കേട്ടോ. എന്നിട്ട് കുറച്ച് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി, അല്ലറ ചില്ലറ പണികളിലൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം കട്ടൻ ചായ കുടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പുറത്ത് വന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് അനാറ് മുറിച്ചോട്ടോ. ആ പ്ലേറ്റ് ഇരിക്കേണ്ട വീട്ടിലേക്കാണ്. അപ്പോഴേക്കും നമ്മുടെ രാവിലത്തേക്കുള്ള ഫുഡ് റെഡി ആയിട്ടോ. പുട്ടാണെന്ന്. എനിക്കിന് കുറേ ചെടികൾക്ക് നനയ്ക്കാനുണ്ട് കേട്ടോ. താഴത്തെ ചെടികൾക്ക് അമ്മ നനയ്ക്കും, മുകളിലത്തെ ചെടികൾക്ക് ഞാൻ നനയ്ക്കും. ഇനി ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ മാവുണ്ട്, അതിന് അനിയനാട്ടോ നിറയ്ക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് നേരത്തെ, 15 മിനിറ്റ് നേരത്തെ പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് കുളിച്ച് റെഡിയായി ഡ്യൂട്ടിക്ക് ഇറങ്ങാം. ചെടികളും അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഈ സൈഡ് മാത്രമല്ല, ഇനി അപ്പുറത്തെ സൈഡിലും കുറച്ച് ചെടികളുണ്ട്. കുറേ താഴത്തെ ചെടികളൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം അച്ഛൻ വന്നപ്പോൾ വിഷുവിൻ്റെ അന്ന് വെട്ടി കളഞ്ഞു കേട്ടോ. ഭയങ്കര കാട് പോലെയായിട്ട്, മറ്റേ മണിമുല്ല എന്ന് പറഞ്ഞ ചെടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര കാട് പോലെയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് വെട്ടി കളഞ്ഞു. പിന്നെ ഇപ്പോൾ പാമ്പിൻ്റെ ശല്യമൊക്കെ കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേഗം പോയിട്ട് ഞാൻ നനച്ചിട്ട് റെഡി ആവട്ടെ കേട്ടോ. കുളിച്ച് റെഡിയായി വന്നാൽ പിന്നെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് കേട്ടോ. വേഗം താഴെ എത്തി ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഡ്യൂട്ടിക്ക് പോകും. അനിയനാട്ടോ കൊണ്ടാക്കി തരിക. നമ്മൾ ബസ് സ്റ്റോപ്പ് വരുന്നത് മമ്മിയൂർ ജംഗ്ഷനിലാട്ടോ. അവിടെ നിന്നാണ് ഞാൻ ബസ് കയറാറുള്ളത്. ഒരു 9 മണി 9:05 ആയപ്പോഴേക്കും ഞാൻ ഡ്യൂട്ടിക്ക് എത്തിയിട്ട് പഞ്ചിങ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാർഡിയോളജി ബ്ലോക്കിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ പോണ സമയത്ത് തന്നെ അത് അനുഗ്രഹിയും ടെസ്റ്റിനൊക്കെ എത്തിയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ളത്. ഹൗ ബാഡ് ഷീസ്. ഈ കുട്ടി ഇവിടുത്തെ ഇന്ത്യൻ ആണ്, പക്ഷേ കണ്ടിവിടുത്തെ മൊഴിലാളി പോലെയാണ്. അതെ, ഇറസ്പോൺസിബിൾ. ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് മെയിൻ പരിപാടി കോട്ട് എടുത്തിടലാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകേണ്ടത് ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാണ് കേട്ടോ. നമ്മൾ ചായ വാങ്ങാൻ വേണ്ടിയിട്ട് കോഫി ഹൗസിലേക്ക് പോവുകയാണ്. അത് വാങ്ങി വന്നിട്ട് വേണം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം നമുക്ക് കോഫി ഹൗസിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഹൗസിലെ ചേട്ടന്മാർ നമുക്ക് കോഫി കൊടുന്നരാൻ പറഞ്ഞിട്ട് കൊടുന്നു തന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കോഫി വാങ്ങി. ഇതാട്ടോ നമ്മുടെ ബില്ലടിക്കണ ചേട്ടൻ. ഇതാണ് നമ്മുടെ കോഫി ഹൗസ്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും സാർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാറിൻ്റെ കാറാണിത്. അങ്ങനെ ഇതാ നമ്മൾ മോളിൽ വന്നിട്ടുണ്ട് കേട്ടോ. മോളിലാണ് നമ്മുടെ കഴിക്കാനുള്ള ആ ഒരു ഹാളുള്ളത്. അപ്പോൾ എനിക്ക് പുട്ടും പയറുമാണ്. ടെസ്റ്റിക്ക് ഇതാ കോഫിയും ബോയിൽ ചെയ്ത എഗ്ഗ് ഉണ്ട്. അനുഗ്രഹിക്ക് ഇഡ്ഡലിയും ചട്നിയായിരുന്നു. ക്യാൻറ്റീനാണ് വിത്ത് വിൻഡോ വ്യൂ. ഞങ്ങൾ പോയപ്പോൾ കുറേ കിളികൾ ഇങ്ങനെ പാറി നടക്കണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉപദ്രവകാരികളൊന്നും അല്ല കേട്ടോ. താഴെയിട്ട് നമ്മൾ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി അനുഗ്രഹ ഷീറ്റ് മുറിക്കുന്നുണ്ട്. പണ്ടത്തെ എൻ്റെ മെയിൻ ജോലി ആയിരുന്നു ഈ ഷീറ്റ് മുറിക്കൽ. തസ്മിന് ഹാഫ് ഡേ ലീവാണ്. അപ്പോൾ കുറേ ഉപ്പേരി ബാക്കിയുണ്ട്, ഞങ്ങളോട് വേണം ചോദിക്കായിരുന്നു കേട്ടോ. ഈ കുട്ടിക്ക് വീഡിയോ എടുക്കണ ഒരു പുച്ച. ഇന്ന് ഡ്യൂട്ടി കഴിയാൻ ലേറ്റ് ആയി ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 6:45 ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അതാ നമ്മൾ ബസ്സിലൊക്കെ കയറി വീട്ടിലെത്തിയപ്പോൾ അതാ സർപ്രൈസ്. എൻ്റെ അനിയൻ ഇതാ ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതേ സമയം ഇതാ അമ്മ പൊറോട്ടയും പിന്നെ കൊള്ളിയും ചിക്കനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് വാങ്ങും, അല്ലെങ്കിൽ ആരും വാങ്ങില്ല. അതാണ് അവസ്ഥ. പിന്നെ നമ്മളിതാ MOHൻ്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നോട്ട്സൊക്കെ എഴുതാണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എഴുതി. പിന്നെ എനിക്ക് കിടക്കാൻ നേരത്തെ ഒരു ക്രീം തേക്കാണ്. കിടക്കാൻ നേരത്തല്ല, ഒരു 1.5 മണിക്കൂർ മുമ്പ് തേക്കണം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ടൈം ബോട്ടോക്സ് ചെയ്യാൻ പോയപ്പോൾ അവർ പൊള്ളിച്ചതാണിത്. പിന്നെ ഞാനങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കിയില്ല. അപ്പോൾ ആ കളറൊന്ന് ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഡോക്ടർ എഴുതിയെന്ന മരുന്നാട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ കിടക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്കും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.